നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സൂക്ഷിച്ച് കണ്ണു തുറക്കല്ലേ, പതിയെ മെല്ലെ 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 വാ. നാളെ നമ്മൾ ഡൽഹിക്ക് പോവല്ലേ, അതുകൊണ്ട് ഈ വർഷത്തെ വിഷുക്കണി കാണിക്കുന്നത് ഞാനാ. പതിയെ പതിയെ വാ, കണ്ണു തുറക്കല്ലേ. നേരെ കണ്ണു തുറക്കരുത്. കണ്ണു തുറക്കരുത്. ഇനി തുറന്നോ. കണ്ടു, കണ്ണിറയെ കണ്ടു. ഇതാണല്ലേ ഞാൻ രാത്രി നോക്കിയിട്ട് മുറിയിലൊന്നും കാണാത്തെ. താൻ രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം ഒരുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറെ നേരത്തെ എഴുന്നേറ്റു. ഈ കണ്ണനേക്കാളും വലിയ കള്ളക്കണ്ണനല്ലേ എന്റെ കൂടെയുള്ളത്. ഇനി താൻ ആ കൈയൊന്ന് നീട്ടിക്കേ. അയ്യോ, സ്വർണ്ണ നാണയം. അയ്യോ സച്ചേട്ടന് ഞാനിപ്പോ എന്താ കൈനീട്ടായിട്ട് തരാ? എനിക്കുള്ള കൈനീട്ടമൊക്കെ എപ്പോഴേ കിട്ടി. തന്റെ മുഖത്തെ ഈ സന്തോഷത്തിനപ്പുറം എനിക്ക് വേറെന്ത് കൈനീട്ടോ വേണ്ടത്? തന്റെ ഈ ചിരി തന്നെയാ എന്റെ കണി. താൻ തന്നെയാ എന്റെ കൈനീട്ടവും. ഞാനല്ല, ഇത് ഞാനുമല്ല. നേരെ പൊയ്ക്കോ. ഇനി പയ്യെ കണ്ണുറന്നു. അടിപൊളി ഏട്ടത്തി, കണി നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അത് എന്നോടല്ല, ഇവിടെ പറയണ്ടേ. സച്ചേട്ടൻ ഇതിന്റെയൊക്കെ ആള്. ഓഹോ, അങ്ങനെയാണോ? ഇപ്പൊ കൊറേ ദിവസമായിട്ട് സച്ചേട്ടൻ ഓരോന്നൊക്കെ ചെയ്ത് ഏട്ടത്തെ അങ്ങ് ഞെട്ടിക്കുവാണല്ലോ. കണ്ടു പഠിക്കേട്ടോ, ഭാവിയിൽ ആവശ്യം വരും. അയ്യടാ, ഒരു നാണക്കാരൻ. എന്താടി നീ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നേ? പൂജാമുറിയുടെ മുന്നിൽ വലിയ ആൾക്കൂട്ടം എല്ലാം ഉണ്ട്. ഇന്നെന്തോ ശ്രീകൃഷ്ണ ജയന്തിയാണെന്ന് തോന്നുന്നു. ഇന്ന് വിഷു ആടി, നീ പോയി കണി കാണാൻ നോക്ക്. എന്തോ എല്ലാം കൂടി കിണിച്ചോണ്ട് നിൽക്കുന്നതാണല്ലോ കണി കണ്ടത്. ഈ വർഷം ഇനി തുടർച്ചയായ പരാജയങ്ങളാണോ ആവോ? എല്ലാരും സന്തോഷിക്കട്ടെടി. ഈ ഒരു ദിവസം കൊണ്ട് എല്ലാം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ ഉടനെ തിരിച്ചു വരുന്നുണ്ട്. താനെന്നാ വരുന്നേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇത്രയും സാരി കെട്ടിപ്പോഞ്ഞോണ്ട് പോകുന്നോണ്ട് ചോദിച്ചതാ. ഇത്രയും വേണ്ടേ? ഇത്രയും നല്ല, ഇതൊന്നും വേണ്ട. അയ്യോ, അപ്പൊ അവിടെ ചെന്നിട്ട് ഡ്രസ്സ് മാറ്റണ്ടേ? മാറ്റണം. അതിന് ഈ സാരി ഒന്നും കൊണ്ടുപോകണ്ടെന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ എല്ലാം ഞാൻ ശരിയാക്കി തരാം.
താനിവിടെ പെട്ടിക്കട വല്ലതും തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതെന്താ? ഇതെന്തിനാ ഈ അച്ചാറൊക്കെ? അന്യനാടല്ലേ സച്ചേട്ടാ, അവിടുത്തെ ഭക്ഷണമൊന്നും നമുക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയാ ഞാനിത് എടുത്തു വെച്ചത്. ആ അത് ശരിയാ. എന്നാ പിന്നെ ഇരിക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, അടുക്കളയിന്ന് ദോശക്കല്ലൂടി എടുക്കാം. അച്ചാർ മാത്രം പോരല്ലോ, കൂടെ കഴിക്കാൻ എന്തെങ്കിലും കൂടെ വേണ്ടേ? എടോ, ഈ ലോകത്ത് എവിടെ പോയാലും കിട്ടുന്ന സാധനങ്ങളാ ഇതൊക്കെ. അത്ര മോശം ഫുഡൊന്നും അല്ല അവിടുത്തെ. പോരാത്തതിന് പോകുന്നിടത്തെല്ലാം മലയാളി ഹോട്ടലും ഉണ്ട്. ആണോ? അതെ. അല്ല, ഈ വെള്ളം എന്തിനായിരുന്നു? ഇവിടുന്ന് പോയാ അവിടെ എത്തുന്നവരെ നമുക്ക് കുടിക്കാൻ. ഓ അത് ശരി. ഒരു ഗ്ലാസ് കൂടി എടുത്തോണേ. ഫ്ലൈറ്റ് പറന്നുകൊണ്ടിരിക്കുമ്പോ വെള്ളം ദാഹിച്ചാ കുടിക്കാലോ. ഇനി കട്ടറിലും എല്ലാം വീണാലും ദേഹത്ത് വീഴ്ത്തൂല്ല. സച്ചേട്ടൻ എന്നെ കളിയാക്കുവാണല്ലേ? പിന്നെ ഇതൊക്കെ കണ്ട കളിയാക്കാതെ പിന്നെ ഞാൻ എന്ത് പറയാനാ? അവിടുന്ന് കിട്ടുന്നൊക്കെ ക്ലോറിനൊക്കെ ഇട്ട വെള്ളമായിരിക്കും അമ്മ പറഞ്ഞുകൊണ്ടാ ഞാൻ ഈ വെള്ളമൊക്കെ എടുത്തു വെച്ചത്. ബെസ്റ്റ് അമ്മയും അതിനേക്കാൾ ബെസ്റ്റ് മോളും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതെന്ന്. അപ്പൊ എനിക്ക് അറിയാത്ത കാര്യം പറഞ്ഞു തരേണ്ടത് സച്ചേട്ടനല്ലേ? അതിന് പകരം എന്നെ കളിയാക്കുവാണോ? ഓ ശരി ശരി. ദേ ഇങ്ങോട്ട് നോക്കിയേ. ഈയാൾക്ക് മാറാനുള്ള 1 or 2 ഡ്രസ്സ്. ഇനി അതെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കല്ലേ അവിടെ പോയി വാങ്ങാം. എന്റെ ലാപ്ടോപ്പ്, 2 ദിവസത്തേക്ക് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ. ഈ യാത്രയ്ക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. ഈ പെട്ടി തന്നെ മാറ്റി നമുക്ക് ചെറുതാക്കാം. അല്ലാതെ ഈ വീടോടെ കൊണ്ടുപോകണ്ട. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായെങ്കിൽ ഇതെല്ലാം ഇരുന്ന പോലെ എന്റെ മോള് തിരികെ കൊണ്ടുവച്ചേ. ഏട്ടൻ കാണട്ടെ. ക്ലോറിൻ ഇല്ലാത്ത വെള്ളം കുടിക്കാൻ കൊതിയാവുന്നു. നാളെ ഇനി ഡൽഹിയിലൊക്കെ വരൾച്ചയാണോ ആവോ? ഇനി എങ്ങാനും അങ്ങനെ വന്നാ ക്ലോറിൻ ഇല്ലാത്ത വെള്ളം അവിടെ കിട്ടില്ലല്ലോ ഈശ്വരാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.